ഞാൻ കലാകൗമുദിയൊക്കെ വിട്ട് കഴിഞ്ഞ് ഇരിക്കുന്ന സമയമാണ്. എൻ്റെ ഒരു കലിഗ്രാഫി എക്സിബിഷനും ഒക്കെ കഴിഞ്ഞ് ആ എക്സിബിഷൻ കഴിഞ്ഞതോടെയാണ് പലരും എൻ്റെ ഈ കലിഗ്രാഫിയെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഡിസൈൻ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അക്ഷരങ്ങൾ എഴുതുന്നവർക്ക് ഇത് കാണാൻ താല്പര്യമുണ്ടാവും. ഏഴെട്ട് വർഷം മുമ്പ് അനൂപ് രാമകൃഷ്ണൻ എന്ന എൻ്റെ സുഹൃത്തും ഡിസൈനറുമായ അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, മലയാള മനോരമ MD പറ്റി ഒരു ഇൻട്രാക്റ്റീവ് CD ഇറക്കുന്നു. MDയുടെ എല്ലാ സൃഷ്ടികളും അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കഥകളും നോവലും തിരക്കഥകളും അഭിമുഖങ്ങളും എല്ലാം അതിലുണ്ട്. അപ്പോൾ അതിനുവേണ്ടി MDയുടെ കൃതികളുടെ തലക്കെട്ടുകളൊന്ന് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു. അന്ന് അതിനു വേണ്ടിയാണ് ഞാൻ ആദ്യം ഈ തലക്കെട്ടുകൾ എഴുതുന്നത്. അതിനു മുമ്പ് കലാകൗമുദിയിൽ ജോലി ചെയ്യുമ്പോൾ രണ്ടാം ഊഴം പോലെയുള്ള MDയുടെ കഥയുടെ ഓണപ്പതിപ്പിൽ വരുന്ന കഥകൾക്കൊക്കെ എഴുതാറുണ്ടായിരുന്നു. എന്നാൽ പോലും ഇത്ര എണ്ണം ഒന്നിച്ച് എഴുതിയത് ആ സമയത്താണ്. അപ്പോൾ ഞാൻ കലാകൗമുദിയൊക്കെ വിട്ട് കഴിഞ്ഞ് ഇരിക്കുന്ന സമയമാണ്. എൻ്റെ ഒരു കലിഗ്രാഫി എക്സിബിഷനും ഒക്കെ കഴിഞ്ഞ് ആ എക്സിബിഷൻ കഴിഞ്ഞതോടെയാണ് പലരും എൻ്റെ ഈ കലിഗ്രാഫിയെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയതെന്ന് തോന്നുന്നു. അപ്പോൾ അനൂപ് ഇത് പറഞ്ഞ് ഇതെല്ലാം ഞാൻ എഴുതി കൊടുത്തപ്പോൾ എൻ്റെ മറ്റൊരു സുഹൃത്തായ സുന്ദറാണ് എൻ്റെ എക്സിബിഷനൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സുന്ദർ എന്നോട് പറഞ്ഞു, ഇത്രയും ഇത് മനോരമയ്ക്ക് വേണ്ടി കൊടുത്തത് നന്നായി, പക്ഷേ അവരുടെ ഈ CD എത്ര പേര് കാണും, സാധാരണ ജനങ്ങൾ എത്ര പേര് അത് ആസ്വദിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ തലക്കെട്ടുകൾ ഒരു പുസ്തകമായി സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പ്രസിദ്ധീകരിച്ചാൽ നല്ലതായിരിക്കും എന്ന് സുന്ദർ പറഞ്ഞു. അനൂപ് രാമകൃഷ്ണനും സുന്ദറും ഇന്ന് ഇല്ല, രണ്ടുപേരും മരിച്ചുപോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ തലക്കെട്ടുകളെല്ലാം എഴുതി. അപ്പോൾ വെറുതെ തലക്കെട്ടുകൾ മാത്രം എഴുതിയൊരു പുസ്തകം എങ്ങനെ ആണെന്ന് ആലോചിച്ചപ്പോൾ അന്നേരം സുന്ദർ തന്നെയാണ് പറഞ്ഞത്, ആ പുസ്തകത്തിൽ ആ കഥയിലെ അല്ലെ ആ ലേഖനത്തിലെ 2 വരികളൂടെ അതിനോട് ചേർത്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ഒരു ഡെമ്മി പുസ്തകം തയ്യാറാക്കി അനൂപും ഞാനും കൂടി MDH കണ്ട് ഇത് കാണിച്ചു. MD എന്നോട് ആദ്യം ചോദിച്ചത്, ഇത് ആളുകൾക്ക് എന്ത് താല്പര്യം ഇങ്ങനൊരു തലക്കെട്ടുകൾ എഴുതുന്നത്, അദ്ദേഹത്തിന് ആൾക്കാരെ എങ്ങനെ കാണുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ടോയെന്ന് സംശയം. നമ്മൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ചും സിനിമകൾ കണ്ടും അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത് പോലെ ആരാധിക്കുന്നത് പോലെ ഉണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാമെന്ന് അറിഞ്ഞുകൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഡിസൈൻ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അക്ഷരങ്ങൾ എഴുതുന്നവർക്ക് ഇത് കാണാൻ താല്പര്യമുണ്ടാവും, അല്ലാതെയുള്ള വായനക്കാർക്ക് ഈ 2 വരി വായിക്കുമ്പോൾ അവർ പണ്ട് വായിച്ച ഓർമ്മയിലേക്ക് പോകാനും ഒരു ഇടമാകും. എനിക്ക് സമ്മതമായെന്ന് തോന്നുന്നു. ശരി ഒന്ന് പറഞ്ഞു, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞാൻ ഒരിക്കൽ TVDCയെ കണ്ടപ്പോഴാണ് ഇങ്ങനൊരു പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ നല്ല ആശയമാണല്ലോ, അത് തയ്യാറാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ മറ്റു തിരക്കുകളും കാര്യങ്ങളും കൊണ്ട് അത് വളരെ വൈകി. അത് കഴിഞ്ഞ് MDയുടെ മരണം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും അയ്യോ അത് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോഴാണ് ഇതിന് എൻ്റെ ഈ കലിഗ്രാഫിക്കുള്ള പ്രോത്സാഹനം തന്നത് വളരെ ധാരാളം പേരുണ്ട്. എന്നാൽ പോലും 5 എഡിറ്റർമാരുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്.
എസ് ജയേന്ദ്രൻ നായർ, MS മണി, NRS ബാബു, MP നാരായണപിള്ള, പിന്നെ MT വാസുദേവൻ നായർ. ഞാൻ ഒരു വർഷം ഗൃഹലക്ഷ്മിക്ക് വേണ്ടിയിട്ട് കോഴിക്കോട്ട് പോയി MD എഡിറ്ററായിരുന്ന സമയത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ എനിക്ക് തന്ന ഒരു സ്വാതന്ത്ര്യം കൂടെയാണ് എൻ്റെ ഈ കലിഗ്രാഫി ഇത്രയും വളരാൻ ഇടയായതെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പുസ്തകം MDയുടെ മരണം കഴിഞ്ഞപ്പോൾ ജയചന്ദ്രൻ സാറിനെ കൊണ്ടൊരു അവതാരിക എഴുതിക്കണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹവും മരിച്ചുപോയി. അപ്പോൾ ആ പുസ്തകം ഏതായാലും തയ്യാറാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ബാക്കിയുള്ള 130ഓളമാണ് ആദ്യം ടൈറ്റിലുകൾ എഴുതിയിരുന്നത്. ബാക്കിയുള്ളതുകൂടെ ശേഖരിച്ച് അതും എല്ലാം ഉൾപ്പെടുത്തി കുറച്ചുകൂടി വലുതാക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ അതിനു വേണ്ടിയിട്ട് പലരും, കോട്ടയ്ക്കലുള്ള ഗോപികൃഷ്ണൻ, KS രവികുമാർ, അങ്ങനെ സുഹൃത്തുക്കളായ പലരുടെയും സഹായത്തോടെ ബാക്കി ടൈറ്റിലുകളും ഒക്കെ കിട്ടി. അങ്ങനെയാണ് ഈ പുസ്തകം. അത്തരമൊരു പുസ്തകം നിങ്ങളെല്ലാം അംഗീകരിച്ചു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതിനും നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി. പുസ്തകം പ്രകാശനം ചെയ്ത സൂര്യ കൃഷ്ണമൂർത്തിയോടും പുസ്തകം ഏറ്റുവാങ്ങിയ നാഗാടി രത്നാകരനോടും MDയെ പറ്റി സംസാരിച്ച KS രവികുമാർ, കലിഗ്രാഫിയെ പറ്റി പറഞ്ഞ ഷിജോ ജേക്കബ്, എല്ലാവർക്കും നന്ദി പറയുന്നു. ഇതിന് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ച് സഹായിച്ച പ്രദീപ് പനങ്ങാട്, അജിത്ത്, എല്ലാവരോടും നന്ദി.